ഹലോ, കുറേ ദിവസത്തിന് ശേഷം ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇന്നൊരു വ്ളോഗാണ്. ഇത് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. നമ്മളെ ന്യൂസ്കുട്ടിക്കൊക്കെ മദ്രസുള്ള ഒരു ദിവസമാണ് കേട്ടോ. ആളെ മദ്രസിൽ വെച്ച് പിന്നെ ഞാൻ ഫുള്ള് തിരക്ക് കേട്ടോ ഈ ഒരു ദിവസം. അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ ആളൊരിക്കൽ ഞാൻ ചടപടാന്നുള്ള ഓട്ടത്തിലായിരുന്നു കേട്ടോ. അങ്ങനെയല്ല 6:40 ഒരു ട്രെയിൻ ഉണ്ട് കോഴിക്കോടേക്ക്. അതിന് ഇപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടി, പക്ഷേ ടിക്കറ്റൊന്നും എടുത്തില്ല. ഭാഗ്യത്തിന് TTR വന്നിട്ടില്ല. പിന്നെ ഇതാ ഒരു കോഫി ട്രെയിൻ തന്നെ കുടിച്ച് പിന്നെ ഇതാ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കല കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഓഫീസിലെത്തി. കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആള് കാസർഗോഡിനേ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓഫീസിലെത്തി. ഇതാ നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ടാണ് നമ്മൾ ഓഫീസ് കാണുന്നുണ്ടായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതുവരെ കോഴിക്കോട് വന്നാൽ പിന്നെ മിഠായി തെരുവ് കാണാൻ ഭയങ്കര ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതും അതിൻ്റെ ഇടയ്ക്ക് നടത്തി കേട്ടോ. പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് അതൊന്ന് കറങ്ങി ചുറ്റൊന്ന് കണ്ട് ഇങ്ങനെ അങ്ങനെയല്ല. ട്രെയിനുണ്ട്, ട്രെയിൻ കൂടി മിസ്സായ പിന്നെ നല്ലോണം ലേറ്റ് ആവുമല്ലോ. അല്ലേ തന്നെ നല്ല ലോങ്ങാന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ട്രെയിനിൽ കയറി പിന്നെ ഇതാ രാത്രി കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. 5 മണിക്കത്തെ ട്രെയിൻ കയറിയിട്ട് എത്തുമ്പം തന്നെ 7:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നേരെ വീട്ടിലേക്ക് പോകുന്നത് ഓട്ടോ. പിന്നെ വീട്ടിലെത്തി കിടന്നുറങ്ങി. കൂടുതലൊന്നും പറയാനില്ല, ഫ്രഷ് ആയിട്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം കേട്ടോ ഇതാ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇന്നാണെങ്കിൽ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫുള്ള് കുട്ടിപ്പട്ടാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാ ആദ്യം തന്നെ രാവിലെ എണീറ്റ ഉടനെ ബ്രഷൊക്കെ ചെയ്ത് വന്ന് കൂടി ഇതാ ഈ ഒരു കുട്ടാപ്പിയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്യാനും രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾ എൻ്റെ കൂടെ തന്നെ എണീക്കും. ചില ദിവസം നല്ല മൂടാണെങ്കിൽ ആളിങ്ങനെ നടക്കും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലും കുലുമാലായിട്ടുണ്ടാവും ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഇതാ എണീറ്റ ഉടനെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി ഇത് ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ തന്നെ പകുതി പരിപാടി കഴിഞ്ഞ പോലെ. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് നമ്മൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് വിളിച്ച് വാരിയിട്ടത് കാണുമ്പോൾ തന്നെ ഇല്ല മൂട് മൊത്തത്തിൽ പോവും. അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇങ്ങനത്തെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയൊക്കെ. നമ്മൾ എണീറ്റ് പാടി ഇങ്ങനത്തെ ഓരോന്ന് സെറ്റാക്കിയല്ലേ നമ്മളെ പണി കുറേ കുറഞ്ഞു കിട്ടും. അങ്ങനെയല്ല, നമ്മൾ എണീറ്റ് പാട് നമ്മൾ കിടന്ന സ്ഥലം നമ്മളെ നീറ്റാക്കുക എന്നുള്ളത് നമ്മളെ കടമ തന്നെയല്ലേ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന 2 പുതപ്പ് എൻ്റെ കൂടെ തന്നെ കേട്ടോ. ന്യൂസും കിടക്കൽ അന്നേരം 2 പുതപ്പായിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പുതപ്പ് കിട്ടൂല, അതുകൊണ്ടാട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ചെയ്യാനുണ്ട് പില്ലോൻ്റെ മാച്ചായിട്ടുള്ള ബെഡ്ഷീറ്റുകളും കൊണ്ടുത്തരുന്നു കേട്ടോ. എല്ലാം ഈ ബെഡ്ഷീറ്റിൽ സെയിം ആയിട്ട് തന്നെ ഇടല കേട്ടോ. പക്ഷെ അന്ന് എന്തോ പറ്റിയിട്ടാണ് വേറെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായത്. പക്ഷെ ആളതിന് മാച്ചായിട്ടുള്ളതെല്ലാം എനിക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെച്ച് ഇതാ ഹാളിലെ കർട്ടനൊക്കെ ഒന്ന് മാറ്റില്ല കേട്ടോ. പിന്നെ ഇതാ ഡോറൊക്കെ തുറന്ന് ഒന്ന് പുറത്ത് നോക്കല കേട്ടോ. ഇപ്പം നല്ല മഴയും കാറ്റൊക്കെ ആയിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെ വേറെ തന്നെ ഒരു കാലാവസ്ഥയല്ല, നല്ല തണുപ്പല്ല. പുതച്ച് മൂടി കിടന്നുറങ്ങാനേ തോന്നും. അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം ഞാൻ അത് അടക്കുകയും ചെയ്യും കേട്ടോ. ഇവിടെ 2 പൂച്ചയുണ്ട്, അയാളെ കൊണ്ട് ഡോറ് തുറക്കാനേ പറ്റൂല. അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നാൽ തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ലൊരു എനർജി കിട്ടും കേട്ടോ. കൂടുതൽ പണിയില്ലല്ലോ. എല്ലാം അതേപോലെ പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടാണെങ്കിൽ എല്ലാം മൂട് മൊത്തം പോകും. അതുകൊണ്ട് മാക്സിമം രാത്രി തന്നെ പറ്റുന്ന പണികളൊക്കെ രാത്രി തന്നെ ഞാൻ ചെയ്തു വെക്കും കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളം കുടിക്കുന്ന പരിപാടി കേട്ടോ. ഇന്നാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. തലേന്ന് ഉണ്ടാക്കിയ ദോശ അതേപോലെ ഉണ്ട്. പിന്നെ സ്കൂളും കൂടി ഇല്ലാത്ത ദിവസമല്ലേ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതൊന്ന് എൻ്റെ വീട്ടിലിപ്പോൾ പുതിയതായിട്ടുള്ള ഒരാളാട്ടോ. ഈ 3 ആൾക്കാർ, ഈ 3 ആൾക്ക് 3 പേരുണ്ട്. വീട്ടിലുള്ള 3 ആളുള്ള പേരാട്ടോ ആ 3 മീനും. അങ്ങനെ അതെല്ലാം നോക്കി പിന്നെ നേരെ ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നതില്ലേ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണത രാവിലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയുണ്ട്, പിന്നെ സ്കൂളും ഇല്ല, പിന്നെ ഈ തിരക്കിട്ടിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കുന്നതില്ല. അനിയന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ രാവിലെ തന്നെയെന്ന്. ആൾക്ക് ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനല്ല, ആളല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെങ്കിൽ അത് കൊണ്ടുപോകും. അല്ലെങ്കിൽ പിന്നെ വേഗം ഞാൻ ചോറുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ചോറുണ്ടാക്കി കൊടുക്കും കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചാൽ രാത്രി തന്നെ ചിക്കനൊക്കെ കഴുകി അതിൽ മുളകെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ.
പിന്നെ ഇതാ ജയാൻകുട്ടനും ഉണ്ട് എടുത്ത് ആ കിടക്ക് ആള് ഡ്രസ്സെല്ലാം അതിൻ്റെ ഇടയ്ക്ക് മാറിയതെല്ലാം നിങ്ങൾ കാണും. അത് കുറച്ചിട്ട് പിന്നെ മറ്റേ ഡ്രസ്സ് തന്നെ ആവും കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബിരിയാണി ആളും കൂടി എടുത്തില്ലതുകൊണ്ട് ഞാൻ വേഗം കുക്കറിലാട്ടോ മസാല ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ വേഗമാവും. ഇതിൻ്റെ അകത്ത് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന ആ ടൈം തന്നെ നമുക്ക് ചിക്കന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇല്ലേ 3 ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സയാൻകുട്ടൻ എണീച്ചിട്ട് ആക്കൊന്നും കൊടുത്തില്ലല്ലോ. ആക്കു എണീറ്റ് ഉടനെ ഞാൻ വെള്ളം കേട്ടോ കൊടുക്കൽ. പിന്നെ എണീറ്റ് ഉടനെ ആളൊന്നും കഴിക്കൊന്നും ചെയ്യൂല. പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുളകായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാന്താരി കേട്ടോ. കാന്താരി ഇട്ടിട്ടില്ലേ ബിരിയാണി ഉണ്ടാക്കുമില്ല, അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ തക്കാളി എടുത്തിട്ടുള്ളത് 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 അല്ല കേട്ടോ, സോറി 5 തക്കാളി എടുത്തിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഉള്ളി മസാല ആകുന്ന ആ ടൈമിന് ഞാൻ ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ആ ഫ്രൈ ആക്കുമ്പോൾ തന്നെ നെയ്ച്ചോറും കൂടി ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ വേഗം വാടി കെട്ടിയിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ചിക്കനും അത് ആ സൈഡിൽ നിന്ന് ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാനിവിടെ വെളിച്ചെണ്ണയും ഗീയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നൊന്ന് വാടി വരുമ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുക. ഈ ബിരിയാണി ഉണ്ടാക്കും ശരിക്കും വറുത്തിട്ടുണ്ടാക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പക്ഷെ ഞാൻ വറക്കാനൊന്നും നിന്നിട്ടില്ല. നല്ല സയാൻകുട്ടനും ഉണ്ട് ബാക്കിൽ തന്നെ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വേഗത നമ്മൾ വെള്ളമൊക്കെ അരിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അരിക്കുള്ള എല്ലാം നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഞാനില്ലേ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു കാര്യം കൂടി ചെയ്യലുണ്ട് കേട്ടോ. നെയ്ച്ചോറ് വെക്കുന്ന അരിയില്ലേ നമ്മൾ കഴുകി ഊറ്റി വെക്കലില്ല കേട്ടോ. അത് കുറച്ച് സമയം നമ്മൾ ഈ അരി വെള്ളം തിളച്ച് വരുന്നത് വരെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കും. എന്നിട്ട് വെള്ളം തിളച്ചാൽ ആ വെള്ളം ഊറ്റിയിട്ടോ. അങ്ങനെ ആകുമ്പോൾ വേറെ തന്നെ ഒരു രസമുണ്ട് ചോറിന് കേട്ടോ. നല്ല വൃത്തിക്ക് കിട്ടുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടേ. നിങ്ങളൊന്ന് അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതാ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഉള്ളി തക്കാളി നമ്മളെ മസാലേൻ്റെ ഇത് സെറ്റായി വന്നിട്ടുണ്ട്, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ടോ ഇട്ടെടുക്കുന്നത്. അതും കൂടി ഇട്ടെടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായ ചിക്കൻ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല നിങ്ങളിങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം സിമ്പിളല്ലേ. വേഗം ഉള്ളി തക്കാളി ഇതൊന്ന് വാടി കിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത്. പക്ഷെ ഇങ്ങനെ ആക്കും അത് വേഗം വെന്ത് കിട്ടുമല്ലോ. പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ തിരക്കുള്ള ദിവസം കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ബിരിയാണി കേട്ടോ. അങ്ങനെ ഇതാ ചിക്കനും കൂടി ഇട്ടെടുത്ത് അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ എന്തെല്ലോ സൗണ്ട് കേൾക്കാം. ഞാൻ രാവിലെ കേട്ടോ ഈ വീഡിയോന് വോയിസ് കൊടുക്കുന്നത്. അങ്ങനല്ല രാത്രി എല്ലാവരും ഇപ്പം ഇല്ലോണ്ട് സമയം കിട്ടുന്നില്ല. പിന്നെ പകലാണെങ്കിൽ ഇപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് അതും പറ്റുന്നില്ല. അങ്ങനെ ഇതാ മസാല സെറ്റാകുമ്പോൾ തന്നെ നമ്മളെ ചോറ് ഇതാ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ദമ്മിടാം. ഞാൻ ആകെ 1 ലെയറായിട്ട് കേട്ടോ മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയല്ല കുറച്ചേ നമ്മൾ മസാല ആക്കിയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇതാ ബാക്കിയുള്ള ചോറിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ നമ്മളെ മസാല ഇട്ട് കൊടുക്കല കേട്ടോ. അല്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുമില്ലേ ഇങ്ങനെ ദമ്മയുമില്ലേ ഈ ബിരിയാണിക്ക് നമ്മൾ എന്താണ് മസാലേൻ്റെ ടേസ്റ്റും ചോറിന് കേട്ടോ എല്ലാം പിടിച്ച് വേറെ തന്നെ ടേസ്റ്റാണ്. അല്ലാണ്ട് എനിക്ക് ഈ മസാലയും ചോറും വേറെ വേറെ ഇതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഈ ദമ്മ് ചെയ്ത് നമ്മളെ ബിരിയാണി കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. മല്ലിച്ചപ്പും പുതിന ചപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി നേരത്തെ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓൾറെഡി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചോറ് മീൻസ് നമ്മളെ ബിരിയാണീൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ.
ഇനി ഇതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഉള്ളി പൊരിച്ചത് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല, അതെടുത്ത് കളയേ ചെയ്യും. പിന്നെ കാഷ്യൂ ഒന്നും ഇട്ടിട്ടില്ല കാര്യേ പറയണ്ട, എല്ലാണ്ട് തിന്നുന്നല്ലാണ്ട് ഈ ബിരിയാണിയിലേക്കുള്ളതെല്ലാം പുറക്കി ചാടാൻ ഈ മല്ലിച്ചപ്പ് പോലും പുറക്കി ചാടേ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതും കൂടിയായി ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സയാൻകുട്ടന് വിശന്ന് ആള് സ്വഭാവേ മാറിക്കണ്ട. ആൾക്ക് ചായ ഇട്ടരും, ആൾ ഓക്കെ. ചായ അല്ല കേട്ടോ, ആൾക്ക് രാവിലെ പാലാട്ടോ കൊടുക്കുക. അന്നേരം തന്നെ ആളെ മുഖം മാറിയില്ല, ആ കരച്ചിലൊക്കെ നിന്നില്ലേ. ആൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫുഡ് ആളെ കൊണ്ട് തന്നെ ഞാൻ മാക്സിമം കഴിപ്പിക്കാനാണ് നോക്കട്ടെ. പിന്നെ ആള് വേണ്ടാന്നില്ലെങ്കിൽ വിട്ടാൽ പിന്നെ കുറച്ച് സമയം ആളെ ബാക്കിൽ നടക്കും, അങ്ങനെ കൊടുക്കും. പിന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ ഞാൻ നിൽക്കൂല കേട്ടോ. എന്നതിന് വീട്ടിലെല്ലാവരും പറയും ഞാൻ ഒന്നും കൊടുക്കലില്ല അവർക്ക്. പക്ഷെ നമ്മൾ അവരെ നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർക്കറിയാലോ അവർക്ക് എത്രയോ വേണ്ടേന്ന്. ഈ കഴിക്കുന്നില്ലേ ഇപ്പം അവസാനില്ലേ, ഞാൻ ഒന്ന് കണ്ണ് തെറ്റിയറിയില്ലേ, ആള് ഈ പാലെടുത്തിട്ട് അതിലേക്കെല്ലാം ഒഴിച്ചിട്ടുണ്ടായിന്. അക്കാത്തൊന്നും പറയേ വേണ്ട. ഇവരിത് കഴിച്ചിരിക്കുന്ന കാണാൻ തന്നെ വേറെ തന്നെ രസമല്ലേ. ഞാൻ പിന്നെ കൂടുതൽ അങ്ങനെ വാരിക്കൊടുക്കാൻ നിൽക്കലില്ല കേട്ടോ. ആളിൻ്റെ അടുക്ക് പഴത്തിൻ്റെ മേലെ മുട്ട ഉണ്ടായതെല്ലാം മാറ്റുന്നുണ്ട്. പക്ഷെ ആ മുട്ട ആളെന്നെ എടുത്ത് ഇടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, ആൾക്ക് ഇപ്പഴത്തിൻ്റെ കൂടെ മുട്ട പറ്റിക്കുന്ന കാണുന്നത് ഇഷ്ടമല്ല. പക്ഷെ മുട്ട അല്ലാണ്ട് ആളെടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിരിക്കുന്നതിൻ്റെ അടുക്കുണ്ട് അനിയൻ വന്നിട്ട് ആളുണ്ട് പറയുന്നു ഷോപ്പിൽ ഇന്ന് പോകുന്നില്ല. ഞാനാകെ ഷോക്കായില്ല. പിന്നെ ഒരു സമാധാനം, രാവിലെ തന്നെ പണിയൊക്കെ തീർന്നില്ലേ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേഗം പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയില്ലേ. പിന്നെ ഞാനും കൂടി ആളെ കൂടി ഇരുന്നിട്ട് ഞാനും ചായ കുടിക്കല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഈ പരിപാടി നിർത്തിയതാ, പക്ഷെ എന്താണെന്നറിയില്ല, എന്നെന്തോ ചായ കുടിക്കാനൊരു പൊതി. അങ്ങനെ ഞാനും ചായ കുടിക്കല കേട്ടോ. ചായയും അതിൻ്റെ കൂടി ഞാൻ ടീ കേക്കും കൂടി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആളെ മുമ്പിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്ത. പിന്നെ ഇതാ മുറ്റത്തൊക്കെ വന്നിറങ്ങി കുറച്ച് ദിവസമായി ഈ ചെടിക്കൊക്കെ ഒന്ന് വെള്ളയിച്ചിട്ട്. ഈ ഒരു പൂച്ചില്ലേ ഇപ്പം എൻ്റെ ബാക്കിൽ തന്നെയാട്ടോ. എൻ്റെന്നല്ല, നമ്മുടെ ബാക്കിൽ ഇങ്ങനെ നടക്കും. മുറ്റത്തിറങ്ങിയാൽ പിന്നെ ഉണ്ടോ ഇങ്ങനെ വന്നിട്ട് പറ്റും. അങ്ങനെ കുറച്ച് ചെടി പുറത്തും കൂടി ഉണ്ട്. ഇത് കുറച്ച് കാർ പുറച്ചിലായതുകൊണ്ട് ഈറ്റങ്ങൾക്ക് അങ്ങനെ വെള്ളയിക്കൽ കുറവാട്ടോ. അതിനും കൂടി ഒന്ന് വെള്ളയിച്ച് കൊടുക്കല കേട്ടോ. അങ്ങനല്ല, ബാക്കിയുള്ളതിനെല്ലാം ഇപ്പം അത്യാവശ്യം മഴയില്ലേ, അതുകൊണ്ട് അവർക്കെല്ലാം നല്ല ഇതിനൊന്നും കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലേക്ക് ഞാൻ ഇപ്പം മാറ്റിയതാണ്. ഇപ്പം നല്ല കുറച്ചായിട്ട് ഇത് ഇവിടെ ഒന്ന് നല്ല വൃത്തിക്ക് വന്നിട്ടാണ് ഇതിനെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ സയാൻകുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങി. ഇന്ന് നെസുകുട്ടി കേട്ടോ അടിച്ചു വാരത്തിരുന്ന കുറച്ച് പണിയുണ്ട് എനിക്ക് മുകളിൽ. ആളടിച്ചു വാരത്തിരുന്ന ആ ടൈമും സയാൻ ഉറങ്ങുന്ന ടൈം ഞാൻ ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. നല്ല കുറേ ആയി ഈ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാ വേസ്റ്റും കൊണ്ടിടുന്ന ഒരു റൂമാട്ടോ. ഇവിടെ എല്ലാവരും കയറി അയൺ ചെയ്യാൻ മാത്രമാണ്. പിന്നെ നമ്മളെ നഴ്സും ഐറിയും ഇവരെ കളിക്കുന്ന ഒരു റൂമും കൂടിയാട്ടോ. ഈ കാണുന്നതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്താ അവസ്ഥ, ഒരു സൈഡിലുണ്ട് പുതപ്പൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെയല്ല, ഈ പുതപ്പില്ലേ ഉമ്മലിൽ ഇല്ല ടൈം നമ്മൾ താലെല്ലാം പിരിച്ച് കിടന്നിട്ടുണ്ടായതാട്ടോ. പിന്നെ അതങ്ങനെ മൂലക്കായി. ഇനി അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കണം. ഞാൻ ഇതെല്ലാം ഇനി ഒന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി എടുക്കാന്ന് വെച്ചാൽ. അതിനല്ല, കാണുന്ന ആൾക്കാർ എപ്പെങ്കിലും ആരെങ്കിലും വന്നാൽ കാണൂല എന്തായിക്കോലം. ആര് കാണുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ. എന്നിട്ട് പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള പരിപാടി കേട്ടോ. കുറച്ചൊരു പണിയായിരുന്നു, പക്ഷെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമല്ലേ. എന്നെ കൊണ്ട് പറ്റിയില്ല. കുറേ ദിവസമായി അനിയനോട് പറയുന്നത് ഒന്ന് ചെയ്യുന്നിട്ട്, പക്ഷെ ആൾക്ക് സമയമില്ല എന്നിട്ട്. ഇന്ന് തന്നെ ഷോപ്പില്ലായിട്ട് തന്നെ ആൾ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കായേ. അങ്ങനെ ഇതാ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം കാണാൻ എന്താ രസമല്ലേ. ആ 2 ബോക്സിൽ കാണുന്നതില്ലേ, ഇവിടെ ഇല്ല 2 ആൾക്കാരെ ടോയ്സ് കേട്ടോ. 2 ആൾക്കാർക്ക് 3 ആളെ ടോയ്സാണ്. നസുവിൻ്റെ മുതലില്ലേ, നമ്മളെ നസു ചെറുതിലുള്ള ടോയ്സ് മുതലുണ്ട്. പിന്നെ ഐറിൻ്റെ ടോയ്സിന്, പിന്നെ അതുകൊണ്ട് തന്നെ സയാന് കൂടുതൽ അങ്ങനെ ടോയ്സ് വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആളെ ബർത്ത്ഡേക്കും അങ്ങനെയൊക്കെ കിട്ടിയ ടോയ്സ് ആട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമൊക്കെ ക്ലോസ് ചെയ്ത് പിന്നെ താഴേക്കെല്ലാം പോക്കാട്ടോ. എൻ്റെയൊക്കെ റൂം വരുന്നത് താഴെ. അപ്പോഴത്തേക്കുണ്ട് സയാൻ എണീച്ചിട്ട് പിന്നെ ഞാനും ആളും കൂടി ഫുഡ് കഴിക്കലാട്ടോ. ആള് വേഗം ചിക്കൻ കാലെടുത്തിട്ട് ആളെ കടിക്കലാട്ടോ. ഈ കടിയൊന്നും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട. ആളിത് കുറച്ച് കടിച്ചിട്ട് അത് ആടെ തന്നെ ഇട്ടെന്നട്ടാ. പിന്നെ
ഈ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ സമയം വൈകുന്നേരമായിട്ടുണ്ടായിനെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് പോയി ഒന്ന് ഈ കാണുന്നതില്ലേ ഇതിൽ എന്തിലാ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടോ. കാന്താരി മുതൽ പനിക്കൂർക്ക മുതൽ മത്തം മുതൽ എല്ലാം ഉണ്ടായി ഒരു ഇതിൽ. പിന്നെ ഇതാ റോസിൻ്റെ സ്ഥാനം മാറ്റിയോണ്ടാന്ന് തോന്നുന്നു. നല്ല വൃത്തിക്ക് ഇപ്പോൾ പൂവെല്ലാം വരുന്നുണ്ട് കേട്ടോ. കണ്ട നല്ല പോലെ പൂവൊക്കെ വന്നിട്ടുണ്ട്. അത് കണ്ടിരുന്നാൽ എനിക്ക് സന്തോഷം കേട്ടോ. ഇപ്പം മഴയായതുകൊണ്ട് അങ്ങനെ മുറ്റത്തുനിന്ന് അങ്ങനെ ഇറങ്ങാൻ സമയം കിട്ടായിട്ടല്ല, ഇറങ്ങാൻ കയ്യിലില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ആ മുളകിൽ ഫുള്ള് മുളകും എന്താ ചുവന്ന് വന്നിട്ട് പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് പറിച്ചെടുക്കലാന്നേ. ഇതില്ലേ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. ഒരു വട്ടം കുറേ ഫോം എടുത്തന്നിട്ട് നിങ്ങൾക്ക് പച്ചക്കറി വേണോ അങ്ങനെ ഇങ്ങനെ വേണോ എന്ന് ചോദിച്ചാലോ എന്തോ ഇതിൽ എഴുതി കൊടുത്തു. അങ്ങനെ കുറച്ച് പച്ചക്കറി തൈയും പിന്നെ കുറച്ച് വിത്തും അങ്ങനെ കുറച്ച് എന്തല്ലോ കമ്പോസ്റ്റ് ഇല്ലേ അതും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ കിട്ടിയൊരു കുറച്ച് പച്ചമുളകിൻ്റെ തൈ നട്ടിട്ട് മാഷാല്ലാ ഇപ്പം നമ്മളെ അടുക്കളക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിൻ്റെ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം പുറത്തുനിന്ന് പച്ചമുളക് വാങ്ങൽ തന്നെ കുറവാണ്. പിന്നെ ഇപ്പം നല്ല മഴയല്ലേ, അതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ പച്ചമുളക് നോക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയ കുറേ മുളകുണ്ട് പഴുത്ത് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ആളുണ്ടാവും എൻ്റെ ബാക്കിൽ തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചുറ്റും ബാക്കിയുള്ള മുളകൊക്കെ ഒന്ന് നോക്കല കേട്ടോ. എല്ലാ തരം മുളകും ഉണ്ട്. കാന്താരി മുതൽ സാധാ മുളക് മുതലുണ്ട് കേട്ടോ വീട്ടിൽ. കാന്താരി അരച്ചിട്ടില്ലേ ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു പൈനാപ്പിളും കൂടി ഉണ്ട് കേട്ടോ പിടിച്ചു വന്നിട്ട്. അങ്ങനെ ഇതാ എല്ലാം പറിച്ച് ഇത് നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ നട്ടതിരുന്നു കേട്ടോ. അതിലും മുളകെല്ലാം ഉണ്ട് പഴുത്ത് വന്നിട്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ മുമ്പിൽ തന്നെ നട്ടിട്ടുണ്ടായതാണെന്ന്. ഇതാ ഞാൻ പറഞ്ഞില്ലേ വലിയ മുളകും ഉണ്ട്. പക്ഷെ ആ മുളകില്ലേ കാന്താരി മുളകൊന്നല്ല കേട്ടോ. പക്ഷെ അതിങ്ങനെ കുത്തനായിട്ടാണ് നിൽക്കുക. അതെന്തിട്ടാന്നറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇവനി ഇങ്ങനെ കുറച്ച് സമയം നോക്കി ഒന്ന് തടവി കൊടുത്തു. പക്ഷെ എനിക്ക് പേടി കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങൾക്ക് കാണിച്ചു തരാന്നില്ലെങ്കിൽ അങ്ങനെ നിന്നതായിരുന്നു. ഞാനിട്ടൊന്ന് മാറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഓൻ എൻ്റെ അടുത്ത് വരുന്നത് കാണിച്ചു തരാന്നില്ലെങ്കിൽ നിന്നതാട്ടോ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണം എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായത്. ഇതിൻ്റെ ഇടയ്ക്കില്ലേ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനെ. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇതാ നമ്മളെ മുളക് ഇത്ര മുളക് കിട്ടിയിട്ടുണ്ടായിന്. ഇനി ഇതിൻ്റെ എല്ലാം ഒന്ന് മൊത്ത് കളഞ്ഞ് ശരിയാക്കി എടുക്കണം. ആ പരിപാടി കേട്ടോ. എല്ലാം പിന്നെ ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജ്. പക്ഷെ നമ്മൾ മിക്സിയിലെല്ലാം അടിച്ചെടുക്കൂലേ ചമ്മന്തിക്കൊക്കെ, എന്നാൽ ഈ മൊത്തൊന്നും കളയലില്ല കേട്ടോ. പിന്നെ കറിക്ക് അങ്ങനെയൊക്കെ എടുക്കുന്ന ടൈമാണ് മൊത്ത് കളയുക. പിന്നെ ഇതാ ഓൾറെഡി വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ പിടിക്കുന്ന മുളകാണ് ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യാന്ന്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ മുളകായതുകൊണ്ട് ഈ ചെറിയ പാത്രത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞേരമുണ്ട്. ഞാൻ ഉള്ളിക്കറി പുറത്ത് നോക്കുന്ന ഒരാൾ ആക്കിനെ മുറ്റത്ത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടം കേട്ടോ. നല്ല മഴയും നല്ല കാറ്റും. അതിൻ്റെ ഇല്ല സങ്കടം, എന്താ ചെയ്യുക. അങ്ങനെ കുറച്ച് സമയം മുറ്റമൊക്കെ നോക്കി ആ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇനി ഇത് കണ്ടിട്ടൊന്ന് എനിക്ക് ചായ കുടിക്കാനുള്ളൊരു പൂതി വന്നു. അന്നേരം പിന്നെ ഒരു സാൻഡ്വിച്ച് ആക്കാൻ നോക്കി. സാൻഡ്വിച്ച് ആക്കാനുള്ള പൂതി വന്നില്ലേ. ഞാൻ ഫോൺ നോക്കിയവരുണ്ട് ഒരാളുണ്ട് സാൻഡ്വിച്ച് ആക്കിയിട്ടില്ല ഫോട്ടോ എല്ലാം ഇട്ടിട്ട്. അന്നേരം പിന്നെ എനിക്കും കൂടി ഒന്ന് തോന്നിയതാട്ടോ സാൻഡ്വിച്ച് ഇട്ടാക്കി കഴിക്കാന്നില്ലേ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരാൾ വേഗം ബ്രെഡ് വന്നിട്ട് ഇതിൻ്റെ മേൽ വെക്കുന്നുണ്ട്. പക്ഷെ അതെന്തൊക്കെയോ ആയി. പക്ഷെ എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ആ മുട്ടയിൽ ആകെ കുരുമുളക് ഉപ്പ് അതൊന്ന് ബീറ്റ് ചെയ്യാൻ ഞാൻ ബട്ടർ ആട്ടോ ഇട്ടെടുത്തിട്ടില്ല. ബട്ടർ ഒന്ന് ചൂടായെന്നാൽ അയക്ക് ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതാ ജസ്റ്റ് അയ മുട്ടയില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാം. കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. പിന്നെ ഒരു ചീസും കൂടി വെച്ച് കൊടുക്കുക. മയോണൈസ് തേച്ച് കൊടുക്കുക. അങ്ങനെ ഇത് അടിപൊളി സാൻഡ്വിച്ച് റെഡി. ഇടയ്ക്ക് രാവിലെ ഇതായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആക്കലുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ചായയൊക്കെ കുടിച്ച് പിന്നെ ഇതാ രാത്രി ഇന്ന് ഓട്സ് ആട്ടോ. ഓൾറെഡി ബിരിയാണി അല്ലേ, കുറച്ച് ബിരിയാണി ബാക്കിയും ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയ ഫുഡ് അങ്ങനെ തന്നെ വേസ്റ്റോ. പിന്നെ എനിക്കെന്തോ ഫുഡിനോട് വേണ്ടിയിരുന്നാലും നേരെ ന്യൂസ് പറഞ്ഞു നമുക്ക് ഓട്സ് മതി. അങ്ങനെ പിന്നെ ഓട്സ് ഉണ്ടാക്കല കേട്ടോ. ഞാൻ ഓട്സ് ആദ്യം തന്നെ പച്ചവെള്ളത്തിൽ അതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കും. പിന്നെ ആട്ടോ പാലൊഴിക്കാം. പിന്നെ ഇതാ പാലൊഴിക്കും നല്ല തിക്കായിട്ട് വരും.
ഞാനല്ല അങ്ങനെ വേവിക്കുന്നതുകൊണ്ട് വേഗം നല്ല തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്ത സംഭവം സെറ്റായിട്ടോ. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, കൂടുതൽ പഞ്ചസാര യൂസ് ചെയ്യലില്ല കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഇതാ നമ്മൾ ഓട്സ് റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് ഓട്സ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ സയാനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടോ. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴവും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചില ടൈം സയാൻ ഇങ്ങനെയുള്ളത് കുടിക്കും, ചില ടൈം കുടിക്കുകയും ചെയ്യില്ല. അന്നേരം പിന്നെ ആൾക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരണ്ടെന്നില്ലെങ്കിൽ മാറ്റി വെച്ചത് കേട്ടോ. പക്ഷെ ആൾ ഇതാട്ടോ കുടിച്ചിട്ടുണ്ടായത്. നമ്മളെ നസൂനായിരുന്നു ഇത് പറ്റാണ്ടായത്. അങ്ങനെ ഇതെല്ലാം കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇതിലും ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിന് കേട്ടോ. സംഭവമില്ലേ, ഈ ഓട്സ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഈ നേന്ത്രപ്പഴം കൂടി വരുമ്പോൾ വയറെന്നറിയാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളില്ലേ ഈ ഓട്സിലില്ലേ ഹോർലിക്സ് ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടാ? സംഭവമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ കണ്ടുപിടുത്തം കാണിച്ചത് എൻ്റെ ഇക്കാക്ക് തന്നെയാട്ടാ. അത് പൊതുവേ നിങ്ങൾക്കറിയാലോ. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല കേട്ടോ. പിന്നെ ഇതെല്ലാം കുടിച്ച് പിന്നെ സുഖസുന്ദരമായിട്ട് പിന്നെ ഉറക്കാട്ടോ. ഇന്ന് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.